അടുത്തത് ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് ആൻഡ് പി എച്ച് ഓഫ് ദ സൊല്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കേട്ടോ. സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസും സൊല്യൂഷൻസിൻ്റെ പി എച്ചിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സോ ദ ഇൻട്രാക്ഷൻ ഓഫ് ആനിയോൺ ഓർ കാറ്റയോൺ ഓർ ബോത്ത് ഓഫ് എ സോൾട്ട് വിത്ത് വാട്ടർ ഇസ് നോൺ ആസ് സോൾട്ട് ഹൈഡ്രോളിസിസ്. അതായത് ആനയോണിൻ്റെ കാറ്റയോണിൻ്റെ അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ഇൻട്രാക്ഷൻ, വെള്ളമായിട്ടുള്ള ഇൻട്രാക്ഷനെയാണ് സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയുക. ഒരു സോൾട്ടിൻ്റെ ആനയോണെയോ അല്ലെങ്കിൽ കാറ്റയോണെയോ അല്ലെങ്കിൽ രണ്ടിനെയും കൂടിയിട്ട് വെള്ളമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയാം. The cations, for example, Na plus, K plus, Ca2 plus, Ba2 plus, etc. of strong bases, and anions, for example, Cl minus, Br minus, NO3 minus, ClO4 minus, etc. of strong acid do not get hydrolyzed. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ സ്ട്രോങ് ബേസിൻ്റെ കാറ്റയോൺസ് എടുക്കുകയാണ് നമ്മൾ. അതായത് സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞാൽ NaOH, KOH അതൊക്കെയാണ് സ്ട്രോങ് ബേസസ്. അപ്പം ആ സ്ട്രോങ് ബേസിൻ്റെ കാറ്റയോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പാർട്ട് എടുക്കുകയാണ്. Na പ്ലസ്, K പ്ലസ്, Ca2 പ്ലസ്, Pa2 പ്ലസ് ഇവരെടുത്തു കഴിഞ്ഞാലും പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിൻ്റെ ആനയോൺസ് എടുത്തു കഴിഞ്ഞാലും, അതായത് Cl മൈനസ്, Br മൈനസ്, NO3 മൈനസ്, ClO4 മൈനസ് ഇവരൊക്കെ സ്ട്രോങ് ആസിഡ്സിൻ്റെ ആനയോൺസ് ആണ്. അപ്പോൾ ഈ സ്ട്രോങ് ബേസിൻ്റെ കാറ്റയോണയും സ്ട്രോങ് ആസിഡിൻ്റെ ആനയോണയും എടുത്തു കഴിഞ്ഞാൽ അവർ ഹൈഡ്രലൈസ് ചെയ്യില്ല. ഓക്കെ, സോ ദ സൊല്യൂഷൻസ് ഓഫ് സോൾട്ട് ഫോം ഫ്രം സ്ട്രോങ് ആസിഡ് ആൻഡ് ബേസസ് ആർ ന്യൂട്രൽ. അപ്പോൾ ഈ സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസും കൂടി ഉണ്ടാവുന്ന സോൾട്ടുകളെല്ലാം ന്യൂട്രൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ NaCl ഉപ്പ് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും സോൾട്ട്സിനെ കൂടിയിട്ട് ഒന്നിപ്പിച്ചുകൊണ്ട് നമുക്ക് ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റില്ല, അവർ ന്യൂട്രലാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ NaCl, Na പ്ലസും Cl മൈനസും കൂടി NaCl, K പ്ലസും Cl മൈനസും കൂടി KCl, Na പ്ലസും NO3 മൈനസും കൂടി NaNO3, K പ്ലസും NO3 മൈനസും കൂടിയിട്ട് KNO3. അങ്ങനെ ഓരോന്ന് കൂടി സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയൊക്കെ കാറ്റയോൺസ് ആനയോൺസ് റെസ്പെക്റ്റീവ്ലി എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവരുടെ സോൾട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ ഹൈഡ്രലൈസ് ചെയ്യില്ല, കാരണം അവർ ന്യൂട്രലാണ്. സോ ദ pH is 7. അവർ നമ്മൾ ഓരോന്നിനെയായിട്ട് ഹൈഡ്രലൈസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും കാറ്റയോണും ആനയോണും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി, ന്യൂട്രലാവും സൊല്യൂഷൻ എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ കണ്ടീഷൻസ് നോക്കുകയാണ്. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താണ്? ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ്. അതായത് സ്ട്രോങ് ബേസിൻ്റെയും വീക്ക് ആസിഡിൻ്റെയും കൂടിയിട്ട് കാറ്റയോൺ ആനയോൺസിനെ ഒന്നിപ്പിച്ച് അവരുടെ സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. സോഡിയം അസിറ്റേറ്റ് CH3COONA, sodium carbonate Na2CO3, potassium cyanide KCN, etc. the examples of such types of salt. അതായത് സ്ട്രോങ് ബേസാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. സ്ട്രോങ് ബേസിൻ്റെ പറയുമ്പോൾ NaOH, KOH ഇതൊക്കെയാണ് അല്ലേ. അപ്പോൾ സ്ട്രോങ് ബേസിന് NaOH ഡിനോട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ NA ആണ് ഇവിടെ ഉള്ളത്. വീക്ക് ആസിഡിനെ ഡിനോട്ട് ചെയ്യണമെന്നാണ് CH3COOH ഒക്കെ. അപ്പോൾ CH3COO ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ സോഡിയം അസിറ്റേറ്റ് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വന്നത്. ഓക്കെ, സ്ട്രോങ് ബേസിൻ്റെ വീക്ക് ആസിഡിൻ്റെയും എക്സാമ്പിളായി വന്നത്. ഇനി സോഡിയം കാർബണേറ്റിൽ നോക്കുകയാണെങ്കിൽ Na സ്ട്രോങ് ബേസിൻ്റെ ആണ്, CO3 വീക്ക് ആസിഡിൻ്റെ ആണ്. ഇനി പൊട്ടാഷ്യം സയനൈഡ് ഒരു വീക്ക് ആസിഡാണ്, K സ്ട്രോങ് ബേസാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഫോം ചെയ്യുന്ന സോൾട്സിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ തന്നേനെ. Here, only the anion of a weak base undergoes hydrolysis, since the cation of strong base does not hydrolyze. അപ്പോൾ ഇവിടെ വീക്ക് ബേസിൻ്റെ ആനയോൺ മാത്രമേ ഹൈഡ്രലൈസ് ചെയ്യുള്ളൂ, കാരണം നമ്മൾ പറഞ്ഞു സ്ട്രോങ് ബേസിൻ്റെ കാറ്റയോൺ എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രലൈസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീക്ക് ബേസിൻ്റെ ആനയോൺ എടുക്കുകയാണ്. വീക്ക് ബേസിൻ്റെ നെഗറ്റീവ് പാർട്ട്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. വീക്ക് ബേസിൻ്റെ നെഗറ്റീവ് പാർട്ടാണ് ആനയോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീക്ക് ബേസുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ നെഗറ്റീവ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്യും, സിൻസ് കാറ്റയോൺ ഓഫ് എ സ്ട്രോങ് ബേസ് ഡസ് നോട്ട് ഹൈഡ്രോലൈസ്. സോ ദ സൊല്യൂഷൻ ഓഫ് സച്ച് സോൾട്ട്സ് വിൽ ബി ബേസിക്. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രോങ് ബേസിൻ്റെയും വീക്ക് ആസിഡിൻ്റെയും സോൾട്ട് നമുക്ക് തരിക ബേസിക് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും കൂടിയിട്ടുള്ള സോൾട്ട് എന്ത് പ്രോപ്പർട്ടി കാണിക്കും? ബേസിക് പ്രോപ്പർട്ടി കാണിക്കും. അപ്പോൾ അവരുടെ pH എന്ന് പറയുന്നത് >7 ആയിരിക്കും. പിന്നെ നമുക്ക് pH കിട്ടാൻ വേണ്ടിയിട്ടുള്ള സോൾട്ട് സൊല്യൂഷൻ്റെ pH കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോമുലയാണ് ഇവിടെയുള്ള, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. pH is equal to 7 + 1/2 into pKa + log C. Ka വരാൻ കാരണം വീക്ക് ആസിഡ് ആയ കാരണം. ഓക്കെ, അപ്പോൾ വേർ C is the concentration of സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് കേട്ടോ. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് ഓഫ് വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ്. ഇപ്പോൾ ഇപ്രാവശ്യം ആസിഡ് സ്ട്രോങ്ങും
ബേസ് വീക്കുമാണ്. അങ്ങനത്തെ എക്സാമ്പിൾസാണ് NH4Cl, NH4NO3, CuSO4 ഒക്കെ. ഹിയർ ഓൺലി കാറ്റയോൺ ഓഫ് വീക്ക് ബേസ് അണ്ടർഗോസ് ഹൈഡ്രോളിസിസ്. അപ്പോൾ ഇവിടെ വീക്ക് ബേസിൻ്റെ കാറ്റയോൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. അവർ മാത്രമേ ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന സൊല്യൂഷൻ അസിഡിക് ആയിരിക്കും. അപ്പോൾ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കൂടി ചേരുന്ന സോൾട്ട് അസിഡിക് ആയിരിക്കും കാണിക്കുക. അതായത് ഒരു വീക്കായിട്ടുള്ളതും സ്ട്രോങ് ആയിട്ടുള്ളതും കൂടിയിട്ടാണ് സോൾട്ട് ഉണ്ടാവണേന്ന് വിചാരിക്കുക. അപ്പോൾ ആ സ്ട്രോങ് ആയിട്ടുള്ളത് ആരുടെയാണെന്ന് നോക്കുക, ആസിഡിൻ്റെ ആണോ ബേസിൻ്റെ ആണോ നോക്കുക. അതായിരിക്കും നമ്മുടെ സോൾട്ടും കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ കേസിൽ നമുക്ക് സ്ട്രോങ് ബേസും വീക്ക് ആസിഡ് വരുന്നു അല്ലേ. അപ്പം നമുക്ക് എന്ത് സോൾട്ട് തന്നു? ബേസിക് സോൾട്ട് തന്നു. പക്ഷേ ഈ ഒരു കേസിൽ വീക്ക് ബേസും സ്ട്രോങ് ആസിഡാണ്. അപ്പോൾ ഇവിടെ ആസിഡാണ് സ്ട്രോങ്, അപ്പോൾ ആ സോൾട്ട് ആസിഡിക് പ്രോപ്പർട്ടി കാണിക്കും. pH of such a solution is given by pH is equal to 7 plus half into pKb plus log C. ഇവിടെ pKb വരാൻ എന്താ കാരണം? വീക്ക് ബേസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് ഓഫ് വീക്ക് ബേസ് ആൻഡ് വീക്ക് ആസിഡ്. നമ്മൾ രണ്ട് സ്ട്രോങ് കൂടി എന്തുണ്ടാവുമെന്ന് പറഞ്ഞു, ഒരു സ്ട്രോങ് ഒരു വീക്കും കൂടി എന്തുണ്ടാവുമെന്ന് പറഞ്ഞു. ഇനി രണ്ട് വീക്ക് ആയിട്ടുള്ള ആൾക്കാർ കൂടിയാൽ എന്ത് സോൾട്ടാണ് തരാൻ നോക്കാം. അമോണിയം അസിറ്റേറ്റ് CH3COO NH4, ammonium carbonate NH2, NH4 twice CO3, etc. are examples of such type of salt. Here both cation and anion undergo hydrolysis. ഇവിടെ കാറ്റയോണും ആനയോണും ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്യും. ഹെൻസ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷനിൽ വീക്ക് ആസിഡും വീക്ക് ബേസും ഉണ്ടാവും. ഓക്കെ, സൊല്യൂഷൻ മേ ബി ന്യൂട്രൽ. അപ്പോൾ ഓരോന്നിൻ്റെയും, അതായത് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതൊന്നല്ലെങ്കിൽ ന്യൂട്രൽ ആവും, അല്ലെങ്കിൽ ആസിഡിക് ആവാം, അല്ലെങ്കിൽ ബേസിക് ആവും. ഓക്കെ, രണ്ടും ഈക്വലി സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ന്യൂട്രൽ ആവും. ആസിഡിനാണ് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ആസിഡിക് ആവും, ബേസിനാണ് കൂടുതൽ സ്ട്രെങ്ത് എങ്കിൽ സൊല്യൂഷൻ ബേസിക് ആവും. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ് ആൻഡ് ബേസ് ഫോംഡ്. സോ pH ഓഫ് സച്ച് എ സൊല്യൂഷൻ, ഏത് സൊല്യൂഷൻ? വീക്ക് ബേസിനും വീക്ക് ആസിഡിനും ഉണ്ടായ സോൾട്ട് സൊല്യൂഷൻ, അവരുടെ pHനെ കണ്ടുപിടിക്കുന്നതാണ്. pH is equal to 7 plus half into pKa plus pKb. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് കോമൺ അയൺ എഫക്റ്റ്. So it is a suppression of dissociation of a weak electrolyte by the addition of a strong electrolyte containing a common ion. അപ്പോൾ കോമൺ അയൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണല്ലോ. അപ്പോൾ അവരെ എത്ര കൊണ്ട് ഡിസോസിയേറ്റ് ചെയ്തൊന്നും അറിയിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അവരെ ആ വാല്യൂവിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണു? ആ രണ്ടിലും ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിലും വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിലും കോമൺ ആയിട്ടുള്ള അയോൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള അയോൺ ഉള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ നമ്മളവിടെ ആഡ് ചെയ്തിട്ട് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷനെ സപ്രസ് ചെയ്യാണ്. ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. അതായത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ അവരുടെ ആ ഡിസോസിയേഷനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? രണ്ടിനും കോമൺ ആയിട്ടുള്ളൊരു അയോണുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കും, എന്നിട്ട് അവരെ ഇതിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷനെ സപ്രസ് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമൺ അയൺ എഫക്റ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. കൺസിഡർ ഡിസോസിയേഷൻ ഓഫ് അസിറ്റിക് ആസിഡ്. അസിറ്റിക് ആസിഡ് നമുക്കറിയാം വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് അല്ലേ. CH3COOH ആണ്. അത് ഡിസോസിയേറ്റ് ചെയ്ത് എന്ത് തരും? CH3CO മൈനസും H+ഉം തരും. സോ ഇഫ് യു ആഡ് സം സോഡിയം അസിറ്റേറ്റ് CH3COONA, ഇത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് അല്ലേ. രണ്ടിനും കോമൺ ആയിട്ടുള്ള അയോൺ എന്ന് പറഞ്ഞാൽ CH3COO ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സോഡിയം അസിറ്റേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടു ദി അബവ് ഇക്വിലിബ്രിയം റിയാക്ഷൻ, ഇവിടെ എന്തുകൊണ്ടാണ് അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയത്? കാരണം ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണ്. അപ്പോൾ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും കൂടിയിട്ടുള്ള സോൾട്ട് സൊല്യൂഷൻ എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ടാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കാം ഈ ഒരു ഇക്വിലിബ്രിയം ഇക്വേഷനിലേക്ക്. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് അസിറ്റേറ്റ് അയോൺ ഇൻക്രീസ്. അപ്പോൾ എന്തുണ്ടാവും? കോമൺ അയോൺ എന്ന് പറഞ്ഞാൽ അസിറ്റേറ്റ് അയോൺ ആണ്. അപ്പോൾ അസിറ്റേറ്റ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. സോ ദെൻ അക്കോർഡിംഗ് ടു Le Chatelier's principle, the equilibrium will shift towards left or the rate of forward reaction decrease. That is, the dissociation rate of acetic acid decreases and this is known as common ion effect. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ CH3COONA ഈ ഇക്വിലിബ്രിയം ഇക്വേഷനിലേക്ക് റിയാക്ഷനിലേക്ക് ആഡ് ചെയ്ത കാരണം അടുത്ത ഇക്വിലിബ്രിയത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അല്ലേ. എന്നിട്ട് എന്തുണ്ടാവും? ഡിസ്റ്റർബൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? CH3COO മൈനസ് രണ്ടിന് കോമൺ ആയതുകൊണ്ട് അവരുടെ കോൺസെൻട്രേഷൻ റിയാക്ഷനിൽ കൂടും അല്ലേ. പക്ഷെ നമുക്കറിയാം നമ്മുടെ Le Chatelier's പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ ആ ചേഞ്ചിന് എതിരായിട്ട് വർക്ക് ചെയ്യണമെന്നാണ് Le Chatelier's പ്രിൻസിപ്പിൾ അല്ലേ. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് പറയുക. അപ്പോൾ Le Chatelier's പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കറിയാം റൈറ്റ് സൈഡിലാണ് കോൺസെൻട്രേഷൻ കൂടിയത് അല്ലേ. അപ്പോൾ ആ കോൺസെൻട്രേഷൻ ഈക്വലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടണം, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കുറയ്ക്കണം. ഓക്കെ,
ശ്രദ്ധിച്ച് കേൾക്കുക. ഈ CH3CO- കോൺസെൻട്രേഷനാണ് കൂടിയാണ്. കാരണം സെയിം കോമൺ അയോൺ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ CH3CO- കോൺസെൻട്രേഷൻ കൂടി, ദാറ്റ് ഈസ് റൈറ്റിൽ കോൺസെൻട്രേഷൻ കൂടി. അപ്പോൾ ലെഫ്റ്റിലെയും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്, ഇക്വിലിബ്രിയം എത്തിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിൽ ഈക്വൽ ആക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മളൊന്നല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കുറയ്ക്കുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ദി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിസോസിയേഷനാണ് ഇവിടേക്ക് റൈറ്റിലേക്ക് പോകുന്തോറും ഡിസോസിയേറ്റ് ചെയ്യാണ്, അയോൺസ് ആയിട്ടേക്ക് മാറുകയാണ് അല്ലേ. അപ്പോൾ ആ ഡിസോസിയേഷൻ്റെ റേറ്റ് കുറയല്ലേ ഇവിടെ ചെയ്യണേ. ഇത് ഇപ്പോൾ ഈ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ കാരണം അത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും, അതായത് ഡിസോസിയേഷനെതിരെയായിട്ട് പോകും. അപ്പോൾ ഡിസോസിയേഷൻ റേറ്റ് കുറഞ്ഞു വരികയാണ്. സോ ദിസ് ഇസ് നോൺ ആസ് കോമൺ അയൺ എഫക്റ്റ്. കോമൺ അയൺ എഫക്റ്റ് അതല്ല ചെയ്യണേ. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമൺ അയോണുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തത്. ഈ ഒരു എക്സാമ്പിൾ നല്ലൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ബേസ് അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ വീക്ക് ആസിഡ് നമ്മൾ എടുത്തു. ഇനി വീക്ക് ബേസ് നോക്കാം, NH4OH. ഓക്കെ, അപ്പോൾ ഇതിൽ NH4OH നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NH4+ OH- ആയിട്ട് കിട്ടും. So if we add some NH4Cl to the above equilibrium process, the concentration of NH4+ increases and hence the equilibrium shifted towards the left. That is the dissociation rate of NH4OH decreases. അതായത് ഇവിടെ NH4OH എന്ന് പറഞ്ഞാൽ വീക്ക് ബേസ് ആണ്. അപ്പോൾ ഈ വീക്ക് ബേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണു? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണു. അപ്പോൾ ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിനെ നമ്മൾ ഇതിലേക്ക് ഇക്വിലിബ്രിയം പ്രോസസ്സിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? NH4 കോൺസെൻട്രേഷനാണ് കൂടുന്നത്. രണ്ടിനും കോമൺ ആയിട്ടുള്ളത് എന്താ? NH4OH-നും NH4Cl-നും കോമൺ ആയിട്ടുള്ള അയോൺ ഏതാ? NH4+ അല്ലേ. അപ്പോൾ ആ NH4+ കോൺസെൻട്രേഷൻ കൂടും. എവിടെയാണ് NH4+ ഉള്ളത്? റൈറ്റിലാണുള്ളത് അല്ലേ. അപ്പോൾ റൈറ്റ് സൈഡിലെ കോൺസെൻട്രേഷൻ കൂടുമെന്ന് പറയാം. അപ്പോൾ എങ്ങോട്ടാണ് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുക? ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഡിസോസിയേഷൻ റേറ്റ് കുറയും. NH4OH ഡിസോസിയേഷൻ റേറ്റ് അങ്ങനെ കുറയും. അപ്പോൾ ഇതാണ് കോമൺ അയൺ എഫക്റ്റ്. ഇനി അടുത്ത ബഫർ സൊല്യൂഷൻസ്. എന്താണ് ഈ ബഫർ സൊല്യൂഷൻസ് എന്ന് നോക്കാം. സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH on dilution or with the addition of a small amount of acid or alkali is called buffer solution. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ pH-ൽ എന്തെങ്കിലും ഒരു മാറ്റം, അതെങ്ങനെയാണ് ആ മാറ്റം വരുന്നത്? ഒന്നല്ലെങ്കിൽ ഡൈല്യൂഷൻ നടത്തിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആസിഡോ ആൽക്കലിയോ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, ആസിഡോ ബേസോ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡൈല്യൂഷൻ നടത്തിയിട്ടോ pH-ൽ ചേഞ്ച് വരികയാണെങ്കിൽ ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യണമെന്നാണ് ബഫർ സൊല്യൂഷൻ. അപ്പോൾ രണ്ട് ടൈപ്പ് ബഫർ സൊല്യൂഷൻ ഉണ്ട്. അസിഡിക് ബഫർ ഉണ്ട്, ബേസിക് ബഫർ ഉണ്ട്. സോ അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെ സോൾട്ട്, ഓക്കെ, സ്ട്രോങ് ബേസ് അല്ല, സ്ട്രോങ് ബേസിൻ്റെ സോൾട്ടായിട്ട് വീക്ക് ആസിഡും കൂടിയിട്ടുള്ള മിക്സ്ചർ തന്നെയാണ് അസിഡിക് ബഫർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എ മിക്സ്ചർ ഓഫ് അസിറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസിറ്റേറ്റ് ആക്ട് ആസ് എ അസിഡിക് ബഫർ അറൌണ്ട് pH 4.75. അതായത് അസിഡിക് ബഫറിൻ്റെ മിക്സ്ചർ എന്ന് പറയുമ്പോൾ വീക്ക് ആസിഡാണ്. വീക്ക് ആസിഡ് നമുക്കറിയാം, അസിറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡാണ്. ഓക്കെ, അസിഡിക് ആസിഡ് പ്ലസ് ഇറ്റ്സ് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. വീക്ക് ആസിഡിൻ്റെ സോൾട്ട് ഒരു സ്ട്രോങ് ബേസ് ആയിട്ട്. ഓക്കെ, വീക്ക് ആസിഡ് എന്തായിരുന്നു? ഈ ഒരു കേസിൽ അസിറ്റിക് ആസിഡാണ്. ആ അസിറ്റിക് ആസിഡിൻ്റെ സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. സ്ട്രോങ് ബേസിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് NaOH അല്ലേ. അപ്പോൾ സോഡിയം അസിറ്റേറ്റ് എടുത്തൂടെ നമുക്ക്. അപ്പോൾ സോഡിയം അസിറ്റേറ്റ് എടുത്തു, അസിറ്റിക് ആസിഡ് എടുത്തു, ഇവരുടെ മിക്സ്ചർ. ഈ മിക്സ്ചറാണ് അസിഡിക് ബഫറായിട്ട് ആക്ട് ചെയ്യുക. അവരുടെ pH എന്ന് പറഞ്ഞാൽ 4.75 ആണ്. ഇനി അടുത്ത് ബേസിക് ബഫർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വീക്ക് ബേസ് ആൻഡ് ഇറ്റ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. അപ്പോൾ വീക്ക് ബേസും വീക്ക് ബേസിൻ്റെ സോൾട്ട് ഒരു സ്ട്രോങ് ആസിഡായിട്ട്. ഓക്കെ, അപ്പോൾ അവരുടെ മിക്സ്ചർ, ഫോർ എക്സാമ്പിൾ വീക്ക് ബേസ് ആയിട്ട് നമുക്കറിയാം NH4OH ആണ് നല്ല എക്സാമ്പിൾ. അപ്പോൾ ആ വീക്ക് ബേസ് അതിൻ്റെ സോൾട്ട് എന്ന് പറയുമ്പോൾ NH4 കണ്ടെയ്ൻ ചെയ്യണം. അപ്പോൾ ആ NH4 സ്ട്രോങ് ആയിട്ടുള്ള ആസിഡായിട്ടാണ് സോൾട്ട് ഉണ്ടാക്കേണ്ടത്. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് Cl- എന്ന് പറഞ്ഞാൽ. അപ്പോൾ NH4Cl ആണ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. സോ NH4OH-ഉം NH4Cl-ഉം കൂടിയിട്ട് ബേസിക് ബഫറായിട്ട് ആക്ട് ചെയ്യും. അവരുടെ pH എന്ന് പറഞ്ഞാൽ 9.25 ആണ്. ഇൻ ഷോർട്ട്, ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ pH-ൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനാണ് ബഫർ സൊല്യൂഷൻ. രണ്ട് ടൈപ്പ് ഉണ്ട്, അസിഡിക് ബഫർ, ബേസിക് ബഫർ. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡിൻ്റെ സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. ബേസിക് ബഫർ എന്ന് പറഞ്ഞാൽ വീക്ക് ബേസ്, അതിൻ്റെ സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. ഓക്കെ, ഇനി അടുത്തത് pH ഓഫ് എ ബഫർ സൊല്യൂഷൻ. Henderson Hasselbalch equation ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. So consider an acidic buffer prepared by mixing a weak acid HA and its conjugate base A-. അപ്പോൾ ഒരു അസിഡിക് ബഫറാണ് നമ്മൾ കൺസിഡർ ചെയ്യണേ. ഓക്കെ, അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡും
അതിൻ്റെ സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ് അല്ലേ. അപ്പോൾ വീക്ക് ആസിഡായിട്ട് നമ്മൾ എച്ച് എ ആണ് എടുക്കണമെന്ന് വിചാരിക്കുക. ജനറൽ കേസാണ് പറയുന്നത്. അപ്പോൾ എച്ച് എ എടുത്തു എന്ന് വിചാരിക്കുക. എ ഇസ് എനി ആറ്റം. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ത് വരും? എ മൈനസ് വരും അല്ലേ. അപ്പോൾ വീക്ക് ആസിഡ് എങ്ങനെയാണ് വെള്ളത്തിൽ അയണൈസ് ചെയ്യുക? H3O പ്ലസും എ മൈനസും ആയിട്ട് അല്ലെങ്കിൽ എച്ച് പ്ലസും എ മൈനസും ആയിട്ട് എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ അങ്ങനെ അയണൈസ് ചെയ്യും. സോ ദ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ആസിഡ് ഇസ് ഡിനോട്ടഡ് ബൈ Ka, ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA. ഇനി രണ്ട് സൈഡ് ലോഗ് എടുക്കുക. ലോഗ് എടുത്താൽ എന്തുണ്ടാവും? മൈനസ് ലോഗ് Ka ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് H3O പ്ലസ് മൈനസ് ലോഗ് എ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് HA. കാരണം എന്താ നമ്മൾ പറഞ്ഞു, ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അതിൻ്റെ ഒപ്പം നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആയിരുന്നു. അപ്പോൾ അത് രണ്ടും ഇവിടെ നടക്കുന്നുണ്ട്. കാരണം എ ഇൻറ്റു ബി ഉണ്ട്. ആ എ ന്യൂമറേറ്ററിൻ്റെ മൊത്തത്തിൽ ഒരു എ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്, ഡിനോമിനേറ്ററിൻ്റെ മൊത്തത്തിൽ ഒരു ബി ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ബൈ ബി എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കട്ടെ അല്ലേ. അപ്പോൾ ലോഗ് എ ബിയും വരുന്നുണ്ട്, ലോഗ് എ ബൈ ബിയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് എഴുതിയതാണ് മൈനസ് ലോഗ് Ka ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് HA. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസിന് അവിടെ തന്നെ വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്തുണ്ടാവും? മൈനസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഈക്വൽ ടു മൈനസ് ലോഗ് Ka. ഈ മൈനസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആവും അല്ലേ. അപ്പോൾ പ്ലസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ്, പിന്നെ ഈ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് HA എന്നാണ്. അപ്പോൾ പ്ലസ് ആണ് ഓൾറെഡി റൈറ്റിലായിരുന്നു, അതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാൻ മൈനസ് ആയി. അപ്പോൾ മൈനസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HA എന്നായി. ഇനി നമുക്കറിയാം എന്ത്? മൈനസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് അല്ലെങ്കിൽ മൈനസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്നൊക്കെ പറഞ്ഞാൽ pH അല്ലേ. അപ്പോൾ അതിന് പകരം pH എന്ന് എഴുതി. pH ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് Ka എന്ന് പറഞ്ഞാൽ pKa പ്ലസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HA. എന്താ അങ്ങനെ വരാൻ കാരണം? ഞാൻ പറഞ്ഞു ഒരു പ്രോപ്പർട്ടി ഉണ്ട് ലോഗിന്, ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം, ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അപ്പോൾ ഇവിടെ ലോഗ് എ മൈനസ് ലോഗ് ബി ഫോമിൽ ആയ കാരണം അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. അതാണ് കേട്ടോ എങ്ങനെ. അപ്പോൾ ദിസ് ഇക്വേഷൻ ഇസ് നോൺ ആസ് ഹെൻഡേഴ്സൺ ഹാസൽബാച്ച് ഇക്വേഷൻ. അപ്പോൾ ഈ മാർക്ക് ചെയ്താണ് pH ഇസ് ഈക്വൽ ടു Pka പ്ലസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HA എന്ന് പറഞ്ഞ ഈ ഒരു ഇക്വേഷനാണ് എന്ത്? ഹെൻഡേഴ്സൺ ഹാസൽബാച്ച് ഇക്വേഷൻ. ഇനി ഇക്വേഷന് ജനറലി നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? pH is equal to Pka plus log molar concentration of salt by molar concentration of acid. A minus denotes for a salt and HA is for an acid, അല്ല weak acid. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയത്. ഇനി ബേസിക് ബഫർ ആണെങ്കിൽ എന്തുണ്ടാവും? ഇതിപ്പോൾ അസിഡിക് ബഫറിൻ്റെ കേസാണ്. ഇനി ബേസിക് ബഫർ ആണെങ്കിൽ POH is equal to PKB plus log molar concentration of salt by base എന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിപ്പോൾ pH നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. pHും POHും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. pH പ്ലസ് POH is equal to 14, അല്ലെങ്കിൽ POH എന്ന് പറഞ്ഞാൽ 14 മൈനസ് pH ആണ് അല്ലേ. അപ്പോൾ POH കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? pH എന്ന് 14 എന്ന് pH മൈനസ് ചെയ്യാം. pH നമുക്കറിയെങ്കിൽ അത് മൈനസ് ചെയ്യാം. നേരെ അതുപോലെ തന്നെ തിരിച്ചും pH ഇപ്പം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ 14 മൈനസ് POH എന്ന് കൊടുക്കാം. POHൻ്റെ എന്താണ്? PKB പ്ലസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബേസ് ആണ്. അതാണ് ഇവിടെ എഴുതിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇക്വേഷൻ മര്യാദയ്ക്ക് പഠിക്കുക. PHൻ്റെയോ POHൻ്റെയോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ മര്യാദയ്ക്ക് പഠിക്കുക. എൻ്റെ ഓപ്പോസിറ്റാണ് മറ്റേതെന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത്? pH പ്ലസ് POH എന്ന് പറയുന്നത് 14 ആണെന്നുള്ള ആ ഒരു ഇക്വേഷനും കൂടി മനസ്സിലാക്കുക. ഇനി അടുത്തത് സോളിബിലിറ്റി ഇക്വിലിബ്രിയം. അപ്പം ദ സോളിബിലിറ്റി ഓഫ് എ സോൾട്ട് ഇൻ എ സോൾവെൻറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ലാറ്റിസ് എൻതാൽപ്പി ആൻഡ് സോൾവേഷൻ എൻതാൽപ്പി. അപ്പോൾ ഒരു സോൾവെൻറ്റിലുള്ള ഒരു സോൾട്ടിൻ്റെ സോളിബിലിറ്റി മെയിൻലി നമ്മൾ എങ്ങനെയാണ് നോക്കുക വെച്ചാൽ ലാറ്റിസ് എൻതാൽപ്പിനെയും സോൾവേഷൻ എൻതാൽപ്പിനെയും ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ആസ് എ ജനറൽ റൂൾ ഫോർ എ സോൾട്ട് ടു ബി ഏബിൾ ടു ഡിസോൾവ് ഇൻ എ പെർട്ടിക്കുലർ സോൾവെൻറ്റ് ഇറ്റ്സ് സോൾവേഷൻ എൻതാൽപ്പി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ലാറ്റിസ് എൻതാൽപ്പി. അപ്പം സാധാരണ ഒരു റൂൾ പ്രകാരം ജനറലി നമ്മളെങ്ങനെ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിൽ സോൾട്ടിന് ഡിസോൾവ് ആവണമെങ്കിൽ അതിൻ്റെ സോൾവേഷൻ എൻതാൽപ്പി ലാറ്റിസ് എൻതാൽപ്പിയെക്കാട്ടും കൂടുതലായിരിക്കണം. ഓക്കെ, സോ ഈച്ച് സോൾട്ട് ഹാസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് സോളിബിലിറ്റി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ ഓരോ സോൾട്ടിനും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്, സോളിബിൾ ആവാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ.
So we can classify salts on the basis of their solubility in the following 3 categories. അപ്പോൾ നമുക്ക് സോൾട്ടിൻ്റെ സോളിബിലിറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കാറ്റഗറി 1 സോളിബിൾ, കാറ്റഗറി 2 സ്ലൈറ്റ്ലി സോളിബിൾ, കാറ്റഗറി 3 സ്പെയറിംഗ്ലി സോളിബിൾ. അപ്പം സോളിബിൾ എന്ന് പറയണമെങ്കിൽ സോളിബിലിറ്റി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0.1 മോളാർ. 0.1 മോളാറിനെക്കാട്ടും കൂടുതൽ കോൺസെൻട്രേഷൻ ആയിരിക്കണം സോളിബിലിറ്റിക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ. സ്ലൈറ്റ്ലി സോളിബിൾ എന്ന് പറഞ്ഞ കാറ്റഗറി 2 സോളിബിലിറ്റി ഇസ് ബിറ്റ്വീൻ 0.01 മോളാർ ആൻഡ് 0.1 മോളാർ. സ്പെയറിംഗ്ലി സോളിബിൾ ആണെങ്കിൽ സോളിബിലിറ്റി മസ്റ്റ് ബി ലെസ്സർ ദാൻ 0.01 മോളാർ. അപ്പോൾ ഇതാണ് 3 കാറ്റഗറീസ് ഓഫ് സോളിബിലിറ്റി. ഇനി അടുത്തത് സോളിബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ്. കൺസിഡർ ദ ഡിസോസിയേഷൻ ഓഫ് എ സ്പെയറിംഗ്ലി സോളിബിൾ സോൾട്ട് ഇൻ വാട്ടർ. ഒരു വെള്ളത്തിൽ സ്പെയറിംഗ്ലി സോളിബിൾ ആയിട്ടുള്ള സോൾട്ടാണ് ഇട്ടേന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ സ്പെയറിംഗ്ലി സോളിബിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സോളിബിലിറ്റി ഇസ് ലെസ്സർ ദാൻ 0.01 മോളാർ കേട്ടോ. അപ്പോൾ സിൻസ് ഇറ്റ് ഡിസോൾവ്സ് ഓൺലി പാർഷ്യലി ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ അൺഡിസോൾവ്ഡ് സോളിഡ് ആൻഡ് ദി അയോൺസ് അല്ലേ. ഇത് ഡിസോസിയേഷൻ സ്പെയറിംഗ്ലി സോളിബിൾ ആയിട്ടുള്ള സോൾട്ടാണ്. അപ്പോൾ എന്തുണ്ടാവും? പാർഷ്യലി മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഇക്വിലിബ്രിയം വരും അൺഡിസോൾവ്ഡ് ആയിട്ടുള്ളവരും ഡിസോൾവ്ഡ് ആയിട്ടുള്ള അയോൺസും തമ്മിൽ. അപ്പോൾ സൊല്യൂഷൻ ഓഫ് ബേരിയം സൾഫേറ്റ് ആണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. BaSO4 ആണ് ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ BaSO4നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലിരിക്കുമ്പോൾ അതെങ്ങനെ വരും? Ba2+ SO4 2- ആയിട്ട് വരും അല്ലേ. SO4⁻² ആട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഡക്റ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് ബൈ റിയാക്ടൻറ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ. ഓക്കെ. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ba2+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ba2- ഡിവൈഡഡ് SO4 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് BaSO4. ഇനി ഒരു പ്യുവർ സോളിഡാണെന്ന് വിചാരിക്കാം. ഓക്കെ. പ്യുവർ സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. Therefore K ഇൻറ്റു BaSO4, അതായത് ഈ BaSO4 ഡിനോമിനേറ്ററിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ba2+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് SO4 ഇനി ഈ K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് BaSO4 അതിനെ മൊത്തത്തിൽ വിളിക്കുക നമ്മൾ KSP എന്നാണ്. KSP ഈസ് കോൾഡ് ദി സോളിബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സിംപ്ലി ദി സോളിബിലിറ്റി പ്രോഡക്റ്റ്. ഓക്കെ. അപ്പോൾ KSP എന്ന് പറഞ്ഞാൽ സോളിബിലിറ്റി പ്രോഡക്റ്റിനെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ സോളിബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ്. ഒരു പ്യുവർ സോളിഡിന് നമ്മൾ എന്ത് പറഞ്ഞു? അതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആവുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ BaSO4 ഒരു പ്യുവർ സോളിഡാണ്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വേറെ കോൺസ്റ്റൻറ്റിൻ്റെ പേര് വന്നത്. അതാണ് സോളിബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സാധാ സോളിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുക KSP. ഓക്കെ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ba2+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് SO4 So the solubility product constant is defined as the product of molar concentration of ions of a sparingly soluble salt or in a saturated solution. ഓക്കെ. അതായത് സോളിബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സോളിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അയോൺസ് ഉണ്ടാവുമല്ലോ. നമ്മളൊരു സ്പെയറിംഗ്ലി സോളിബിൾ സോൾട്ടിൻ്റെ അയോൺസിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്നത് എന്താണോ അതാണ് സോളിബിലിറ്റി പ്രോഡക്റ്റ്. സിംപ്ലി അതിൻ്റെ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ സോളിബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇഫ് S is the molar solubility of BaSO4 then KSP is equal to S into S is equal to S². അപ്പോൾ S ആണ് വിചാരിക്കുക BaSO4ൻ്റെ മോളാർ സോളിബിലിറ്റി. അപ്പോൾ KSP എന്തായിരിക്കും? S into S ആവില്ലേ? KSP എന്തായിരിക്കും? S into S ആവില്ലേ? മോളാർ സോളിബിലിറ്റി ഓഫ് BaSO4 S ആണെങ്കിൽ ഇവർ രണ്ടെണ്ണത്തിനും S തന്നെയല്ലേ വരണേ. ഇത് S, സോ ഇതിന് രണ്ടിനും S വരും അല്ലേ. അപ്പോൾ S into S വരുമ്പോൾ എന്തുണ്ടാവും? S² ആവും. ഓക്കെ. അപ്പോൾ KSP of BaSO4 എന്ന് പറഞ്ഞാൽ S² ആണ്. അപ്പോൾ ഇനി ഫോർ എ ജനറൽ സോൾട്ട് AXBY, its dissociation can be denoted as, അതായത് ജനറലി ഒരു സോൾട്ട് എടുക്കുകയാണ് AXBY എന്ന് പറഞ്ഞൊരു സോൾട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിസോസിയേഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? നമുക്ക് AXBY is equal to XA⁻y plus y plus YB⁻x-. അതായത് അപ്പോൾ AXBY എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ സോൾട്ടായിട്ട് നമ്മൾ എടുത്തതാണ്. ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ ഓഫ് മോൾസും വൈ എന്ന് പറഞ്ഞാൽ ബീൻ്റെ നമ്പർ ഓഫ് മോൾസും ആണ്. A⁻ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും, B⁻ വാല്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ Na+Ca2+ അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അത് ആ 2++ എന്നൊക്കെ പറയുന്നതിൻ്റെ സ്ഥലത്താണ് ഈ എക്സും വൈയും വരിക തന്നെ. അപ്പോൾ ഈ എൻ്റെ മേലെ ഇത്ര വരണം എന്നുള്ളത് ബീൻ്റെ താഴെയുള്ള ആളാണ് തീരുമാനിക്കുക. അതായത് ബീൻ്റെ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും എൻ്റെ റേസ് ടു പവറിൽ വരിക ആൻഡ് ബീൻ്റെ റേസ് ടു പവറിൽ വരിക എൻ്റെ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും. സോ ഇറ്റ് ഇസ് സിംപ്ലി
എക്സ് എ റേസ് ടു വൈ പ്ലസ് ഇത് റേസ് ടു ആണ് മേലെ എഴുതണം കേട്ടോ, ഇത് എനിക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പോൾ എക്സ് എ റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു ബി എക്സ് മൈനസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഡിസോസിയേഷൻ നടത്തുക. അപ്പോൾ കെ എസ് പി എന്ത് എഴുതാം നമുക്ക്? എ റേസ് ടു വൈ പ്ലസ് റേസ് ടു എക്സ്, ആ മൊത്തത്തിൽ റേസ് ടു എക്സ്. നമ്മളിവിടെ ഇപ്പോൾ 2Na ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളെന്താ ചെയ്യുക? 2Na പ്ലസ് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളെന്താ ചെയ്യുക? ഈ Na പ്ലസ് എഴുതി കഴിഞ്ഞിട്ട് റേസ് ടു 2 എന്ന് പറഞ്ഞ എഴുതില്ലേ, അതേ സംഭവം. ഓക്കെ, അപ്പം ജനറലായിട്ടൊരു സോൾട്ട് എടുത്തിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ എ റേസ് ടു വൈ പ്ലസ് റേസ് ടു എക്സ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു എക്സ് മൈനസ് റേസ് ടു വൈ. കാരണം ഇവിടെ വൈ മോൾസ് ഉണ്ട്, നമ്മളെപ്പോഴും മോളാർ കോൺസെൻട്രേഷൻ എടുത്തതിന് ശേഷം റേസ് ടു ദാറ്റ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയാറില്ലേ, അതാണ് സംഭവം. ഓക്കെ, ഇഫ് ദി കോൺസെൻട്രേഷൻ ഇൻ ദി അബവ് ഇക്വേഷൻ is not the equilibrium concentration, then KSP is given by QSP. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ അല്ല എങ്കിൽ KSPനെ നമ്മൾ KSPക്ക് പകരം നമ്മൾ QSP ആണ് കൊടുക്കുക. നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണെങ്കിൽ മാത്രമേ KSP വരുള്ളൂ, അല്ലാത്ത കേസിലാണ് QSP വരിക. അതാണ് അവരുടെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് അല്ലേ. QSPക്ക് ഇക്വിലിബ്രിയം ആവണമെന്നില്ല, പക്ഷേ KSP വരണമെങ്കിൽ അത് ഇക്വിലിബ്രിയം ആവണം. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ നമ്മൾ KSPക്ക് പകരം QSP ആണ് എഴുതുക. അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം KSP ഈക്വൽ ടു QSP. ഇഫ് KSP ഈസ് ഗ്രേറ്റർ ദാൻ KSP QSPയെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ ഡിസൊല്യൂഷൻ പ്രോസസ്സ് നടക്കും. KSP QSPയെക്കാട്ടും കുറവാണെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും, അതായത് പ്രസിപ്പിറ്റേറ്റ് ബാക്കി. ഇപ്പോൾ സോൾട്ട് നമ്മൾ അധികമായിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സോൾട്ട് നമുക്ക് താഴെ കാണാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ ഷുഗർ ആയാലും ആഡ് ചെയ്താൽ താഴെ കാണാൻ പറ്റുന്ന പോലെയാണ് ഇവിടെ പറയുന്നത്. അതാണ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ബാക്കി എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ വെള്ളത്തിലാണ് ഡിസോൾവ് ചെയ്യണമെങ്കിൽ വെള്ളമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ സോളിബിലിറ്റി പ്രോഡക്റ്റ് ഇൻ കോമൺ ആൻഡ് എഫക്റ്റ് ഫൗണ്ട് ഇൻ ദി ആപ്ലിക്കേഷൻ ഇൻ ദി പ്യൂരിഫിക്കേഷൻ ഓഫ് NaCl. ഇപ്പോൾ സോളിബിലിറ്റി പ്രോഡക്റ്റും കോമൺ ആൻഡ് എഫക്റ്റൊക്കെ നമ്മൾ NaCl പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇഫ് യു ടേക്ക് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് NaCl ആൻഡ് പാസ് HCl gas through it, then NaCl gets precipitated due to the increased concentration of Cl- ions. NaCl thus obtained has very high purity. അപ്പോൾ നമ്മൾ പറഞ്ഞു NaClൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കോമൺ അയൺ എഫക്റ്റും സോളിബിലിറ്റി പ്രോഡക്റ്റൊക്കെ. അപ്പോൾ നമ്മളൊരു NaCl ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുത്തു എന്ന് വിചാരിക്കാം, HCl ഗ്യാസ് അതിൽ കൂടെ പാസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്തുണ്ടാവുക? NaCl പ്രസിപ്പിറ്റേറ്റഡ് ആവും. കാരണം ഒന്നാമത് NaCl സാച്ചുറേറ്റഡ് ലെവലാണ്, ഇപ്പം തന്നെ അധികമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒപ്പം HCl കൂടി പാസ് ചെയ്യിപ്പിച്ച സെയിം അയോൺ ആണുള്ളത് അല്ലേ. NaClലും HClലും Cl- അയോൺ ആണുള്ളത്. അപ്പോൾ എന്തുണ്ടാവും? Cl- കോൺസെൻട്രേഷൻ കൂടിയ കാരണം NaCl ഗെറ്റ്സ് പ്രസിപ്പിറ്റേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ NaCl നമുക്ക് കിട്ടും അല്ലേ. NaCl പ്യുവറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇക്വിലിബ്രിയം ചാപ്റ്റർ ഉണ്ടായിരുന്നത്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.